ഒരു ബോട്ട് നദിയിൽ ഒഴുക്കിന് അനുകൂലമായി 45 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിലും ഒഴുക്കിന് എതിരെ 35 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും സഞ്ചരിച്ചാൽ ബോട്ടിന്റെ വേഗത കാണുക, ഒഴുക്കിന്റെ വേഗത കാണുക. ഇതാണ് നദി എന്ന് സങ്കല്പിക്കുക. ഇത് നദിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ബോട്ടാണ്. ഈ നദിയിലെ ഒഴുക്കിന്റെ ദിശ ഈ ദിശയിലാണ് എങ്കിൽ ഇത് ഒഴുക്കിന്റെ അതേ ദിശയിലാണ് ബോട്ട് നീങ്ങണമെങ്കിൽ അതിന്റെ വേഗത 45 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഒഴുക്കിന് എതിരായിട്ട് ആ ബോട്ട് നീങ്ങണം വെച്ചാൽ അതിന്റെ വേഗത 35 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഇവിടെ ഈ വേഗത കൂടാൻ കാരണം ബോട്ട് ഈ ദിശയിൽ നീങ്ങുമ്പോൾ ഒഴുക്കിന്റെ വേഗത കൂടി ബോട്ടിന് കിട്ടുന്നുണ്ട്. ഇവിടെ വേഗത കുറയാൻ കാരണം ഒഴുക്കിനെതിരെയാണ് ബോട്ട് നീങ്ങുന്നത്, അതുകൊണ്ട് ബോട്ടിന്റെ വേഗത കുറയും. നമുക്കിതിൽ കാണേണ്ടത് ഒഴുക്കിന്റെ മാത്രം വേഗത കാണണം, പിന്നെ ഒഴുക്കിന്റെ വേഗത പരിഗണിക്കാണ്ട് ബോട്ടിന്റെ വേഗത മാത്രം കാണണം. നമുക്ക് ബോട്ടിന്റെ വേഗത മാത്രം കാണാൻ ഈ രണ്ട് വേഗതകളും കൂടി കൂട്ടി പകുതി എടുക്കുക. അതായത് 45 + 35/2, 45 35 കൂട്ടുമ്പോൾ 45 5 50 30 80/2, 80ന്റെ പകുതി 40 കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് ബോട്ടിന്റെ മാത്രം വേഗത. ഇതെന്താ ചെയ്ത രണ്ട് വേഗതകളും കൂടി കൂട്ടി പകുതി എടുത്തു. ഇനി ഒഴുക്കിന്റെ മാത്രം വേഗത കാണാനോ ഈ രണ്ട് വേഗതകളും കൂടി കുറച്ച് പകുതി എടുക്കുക. അതായത് 45 - 35/2, 45 35 കുറച്ച 10/2, 10ന്റെ പകുതി 5 കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് ഒഴുക്കിന്റെ വേഗത.